Hello, welcome back to Learning New. So, എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സിൽ മുന്നേ നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൊല്യൂഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ പാർട്ട് എയും പാർട്ട് ബിയും നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ പാർട്ടാണിത്. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. പാർട്ട് എയിലും പാർട്ട് ബിയിലും ആയിട്ട് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ പാർട്ട് സിയിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്ന് നോക്കാം. Okay. First one, the circuit that separates sync pulses from the composite video waveform is. ഒരു composite video waveformൽ sync pulse separate ചെയ്യുന്ന സർക്യൂട്ട് ഏതാണ്? ഓപ്ഷൻ തന്നിരിക്കുന്നത് ഷ്മിറ്റ്-ട്രിഗർ, ക്ലിപ്പർ, ഇന്റഗ്രേറ്റർ, ഡിഫറൻഷിയേറ്റർ. നോക്കൂ, ഒരു കോമ്പോസിറ്റ് വീഡിയോ സിഗ്നൽ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാ ഉണ്ടാവുക? പിക്ചർ ഇൻഫർമേഷൻ ഉണ്ടാവും, അതായത് വീഡിയോ, പിന്നെ അതിന്റെ സിങ്ക്രണൈസേഷൻ പൾസസ് ഉണ്ടാവും, അതാണ് സിങ്ക് പൾസ് എന്ന് പറയുന്നത്. പിന്നെ ബ്ലാങ്കിങ് പൾസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്താ നമുക്ക് വേണ്ടത്? ഈ കോമ്പോസിറ്റ് വീഡിയോ വേവ് ഫോമിൽ നിന്നും സിങ്ക് പൾസസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സർക്യൂട്ട് ആണ്. അപ്പൊ ഈ സിങ്ക് പൾസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് വോൾട്ടേജ് പോർഷൻ ആണ്, സിഗ്നലിന്റെ ഏറ്റവും ലോവസ്റ്റ് വോൾട്ടേജ് പോർഷൻ ആണ് സിങ്ക് പൾസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെയാണ് സെപ്പറേറ്റ് ചെയ്യേണ്ടത്. ഒരു ഷ്മിറ്റ്-ട്രിഗർ യൂസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഷ്മിറ്റ്-ട്രിഗർ എന്ന് പറയുന്നത് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് കാര്യമില്ല. ഇന്റഗ്രേറ്ററും ഡിഫറൻഷിയേറ്ററിനും ഒന്നും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഇന്റഗ്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, നമുക്കൊരു ഏതെങ്കിലും ഒരു വോൾട്ടേജ് ലെവലിൽ വെച്ചിട്ട് ക്ലിപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പൊ ഏതായിരിക്കും? ക്ലിപ്പർ ആണ് ഇവിടെ യൂസ് ചെയ്യുക. അപ്പൊ ക്ലിപ്പർ യൂസ് ചെയ്തിട്ട്, കാരണം ഇത് സെർട്ടൻ വോൾട്ടേജ് ലെവൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലിപ്പ് ചെയ്യാൻ പറ്റും, അല്ലെ? അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞു സിങ്ക് പൾസ് എന്ന് പറയുന്നത് ലോവസ്റ്റ് വോൾട്ടേജ് പോർഷൻ ഓഫ് ദ സിഗ്നൽ ആണ്. അപ്പൊ അത് ക്ലിപ്പ് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ്, അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് എന്ത് യൂസ് ചെയ്യാം? ക്ലിപ്പർ യൂസ് ചെയ്യാം. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. Next one, optical fibers used for communication purpose are mostly fabricated using options silica, plastic, ceramic and copper. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, അത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതുമാണ്. എന്താ യൂസ് ചെയ്യുന്നത്? സിലിക്കയാണ് യൂസ് ചെയ്യുന്നത്. വെരി പ്യുർ ഫോം ഓഫ് ഗ്ലാസ്. ഓക്കെ, അപ്പൊ സിലിക്കയുടെ പ്രോപ്പർട്ടീസും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ലോ സിഗ്നൽ അറ്റൻവേഷൻ, അതായത് എത്ര ഡിസ്റ്റൻസിലേക്ക് വേണമെങ്കിലും വിത്തൗട്ട് ലോസ് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ലോസിൽ ലൈറ്റ് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. സിഗ്നൽ അറ്റൻവേഷൻ കുറവായിരിക്കും. ഹൈ ട്രാൻസ്പാരൻസി ഫോർ ഇൻഫ്രാറെഡ് ലൈറ്റ്, അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാം. ദെൻ മെക്കാനിക്കൽ ആൻഡ് തെർമൽ സ്റ്റെബിലിറ്റി ഏറ്റവും നല്ല ഒരു ഇതാണ്. അപ്പൊ ഇത്രയാണ് സിലിക്കയുടെ പ്രോപ്പർട്ടീസ്. അതുകൊണ്ട് നമ്മൾ സിലിക്ക യൂസ് ചെയ്യുന്നു. പ്ലാസ്റ്റിക് ഒക്കെ വളരെ ഷോർട്ട് ഡിസ്റ്റൻസിലൊക്കെ യൂസ് ചെയ്യുള്ളൂ, അല്ലാതെ ഒപ്റ്റിക്കൽ ഫൈബറിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. സെറാമിക്സും കോപ്പറും ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. കോപ്പർ നമ്മൾ ഇലക്ട്രിക്കൽ വയറിലാണ് യൂസ് ചെയ്യുക, ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പൊ ഒപ്റ്റിക്കൽ ഫൈബറിൽ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻ എ, സിലിക്ക ഈസ് ദ റൈറ്റ് ആൻസർ. Next one, which of the following expression is true in case of open circuit parameter? അപ്പൊ നമ്മൾ നെറ്റ്വർക്കിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇതിൽ ഏതാണ് ഓപ്പൺ സർക്യൂട്ട് പാരാമീറ്ററിൽ വരുന്നത്? ഞാൻ അതിന്റെ ഡെറിവേഷനിലേക്ക് പോകുന്നില്ല, നമ്മൾ ആ സ്റ്റെപ്സ് വെച്ചിട്ട് നമ്മൾ തിയറി പറഞ്ഞപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ വോൾട്ടേജും ഏതാണ്? സെഡും ഐയും വെച്ചിട്ട് വരുന്നത്. V1 is equal to ഓപ്പൺ സർക്യൂട്ട്, അപ്പൊ V1 is equal to Z11 I1 plus Z12 I2 എന്നാണ് നമുക്ക് വരുന്നത്, അല്ലെ? ഓപ്ഷനിൽ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, ദ എസ്കോപ്പ് ഡിസ്പ്ലേസ്. ഓക്കെ, അപ്പൊ എസ്കോപ്പ് എന്താണെന്ന് അറിയണം. നമ്മള് ഈ റഡാറിന്റെ ഡിസ്പ്ലേ പഠിച്ച സമയത്ത് ഞാൻ ഒരു ടേബിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റഡാറിന്റെ ഡിസ്പ്ലേയില് നമുക്ക് കുറെ ടൈപ്സ് പറഞ്ഞിട്ടുണ്ട്. അതായത് എ സ്കോപ്പ്, ബി സ്കോപ്പ്, സി സ്കോപ്പ്, PPI സ്കോപ്പ്, RHI സ്കോപ്പ്, ഇ സ്കോപ്പ്. അതില് എ സ്കോപ്പ് എന്ത് ഡിസ്പ്ലേ ചെയ്യും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതില് ടാർഗറ്റ് പൊസിഷൻ ആൻഡ് റേഞ്ച്, ടാർഗറ്റ് വെലോസിറ്റി, ടാർഗറ്റ് പൊസിഷൻ, ടാർഗറ്റ് റേഞ്ച് ഓൺലി. അപ്പൊ ദേ ഈ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓരോ ഡിസ്പ്ലേ ടൈപ്പിന്റെയും ഫുൾ ഫോം, അത് എന്തിന് എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് എന്ത് ആണ് അവിടെ മെഷർ ചെയ്യുന്നത്, ഡിസ്പ്ലേ ചെയ്യുന്നത്, അതേപോലെ തന്നെ അതിന്റെ മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. അപ്പോ എ സ്കോപ്പ് എന്ന് പറഞ്ഞ ആംപ്ലിറ്റ്യൂഡ് സ്കോപ്പ് ആണ്. ഇത് ഡിസ്പ്ലേസ് ടാർഗറ്റ് റേഞ്ച് ആൻഡ് സിഗ്നൽ ആംപ്ലിറ്റ്യൂഡ് വേഴ്സസ് ടൈം.
അപ്പൊ എന്താണ് ഇവിടെ നമുക്ക് അതിന്റെ ടാർഗറ്റിന്റെ റേഞ്ച് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. വെലോസിറ്റിയോ പൊസിഷനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഈ ടേബിൾ പഠിച്ചു വെക്കുക. എസ്കോപ്പ് ഡിസ്പ്ലേ ലാസ്റ്റ് എക്സാമിന് ചോദിച്ചതാണ്. അപ്പൊ ഇതിൽ ഏത് ടൈപ്പ് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ഈ ടേബിൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. Question. According to Kepler's law, the orbit of any smaller body about a longer body is always. അപ്പോ കെപ്ലേഴ്സ് ലോ എന്താന്ന് അറിയണം. കെപ്ലേഴ്സ് ഫസ്റ്റ് law of elliptical orbit എന്താ പറയുന്നത്? The orbit of every planet അല്ലെങ്കിൽ ഒരു smaller body around the sun or larger body is an ellipse. അതൊരിക്കലും ഒരു perfect circular path ആയിരിക്കില്ല. ഓക്കെ, എന്തായിരിക്കും എന്നാണ് പറയുന്നത്? എലിപ്റ്റിക്കൽ പാത്ത് ആയിരിക്കും. ദാറ്റ് ഈസ് എലിപ്സ് ആയിരിക്കും. സോ ഓപ്ഷനിൽ സർക്കുലർ, പോളാർ, എലിപ്സ് ആൻഡ് ഇൻക്ലൈൻ തന്നിട്ടുണ്ട്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, പെരിജി ഈസ്. അപ്പോജി ആൻഡ് പെരിജി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പെരിജി എന്ന് പറയുന്ന പോയിന്റ് ഇൻ ദ സാറ്റലൈറ്റ്സ് ഓർബിറ്റ് ക്ലോസസ്റ്റ് ടു ദ എർത്ത് സെന്റർ ആൻഡ് അപ്പോജി ഈസ് ദ പോയിന്റ് ഇൻ സാറ്റലൈറ്റ് ഓർബിറ്റ് ഫാർത്തസ്റ്റ് ഫ്രം ദ എർത്ത് സെന്റർ. അപ്പൊ അത് പല രീതിയിൽ ഓപ്ഷനിൽ കൊടുത്തിരിക്കുകയാണ്. ദ പോയിന്റ് ഓൺ ദ സാറ്റലൈറ്റ് ഓർബിറ്റ് farthest from the center of earth, the point on the satellite orbit nearest to the center of the earth, the point on the earth that is farthest from the center of the satellite orbit, and the point on the earth nearest to the center of the satellite orbit. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഓപ്ഷൻ ഇട്ടിരിക്കുകയാണ് നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താണ് എക്സാക്ട്ലി? പെരിജി ഈസ് എ പോയിന്റ് ഓൺ ദ സാറ്റലൈറ്റ് ഓർബിറ്റ് നിയറസ്റ്റ് ടു ദ സെന്റർ ഓഫ് ദ എർത്ത് അല്ലെങ്കിൽ ക്ലോസസ്റ്റ് ടു ദ സെന്റർ ഓഫ് ദാറ്റ്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് ആൻസർ അറിയും, പക്ഷേ നമ്മളെ ടെൻഷൻ കൊണ്ട് നമ്മൾ 4 ഓപ്ഷൻ വായിച്ചിട്ട് എഴുതേണ്ടത് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഓപ്ഷൻസ് വായിച്ചിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ, ദ ഇൻക്ലിനേഷൻ ഓഫ് എ റെട്രോഗ്രേഡ് ഓർബിറ്റ് ലൈസ് ബിറ്റ്വീൻ. ഓക്കെ, അപ്പൊ അതിലൊരു കാര്യം മനസ്സിലാക്കാനുണ്ട്. എന്താണ് റെട്രോഗ്രേഡ് ഓർബിറ്റ്? റെട്രോഗ്രേഡ് ഓർബിറ്റും പ്രോഗ്രേഡ് ഓർബിറ്റും ഉണ്ട്. അപ്പൊ അതെന്താണെന്നുള്ളത് ആദ്യം അറിയണം. പ്രോഗ്രേഡ് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ this is when an object orbit is in same direction as the rotation of its central body. അതായത് ഇപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ റൊട്ടേഷൻ പറയുമ്പോൾ നമുക്ക് സെൻട്രലിൽ ഒരു ബോഡി ഉണ്ടാവും അല്ലെ? അപ്പൊ സെൻട്രൽ ബോഡിയുടെ റൊട്ടേഷന്റെ അതേ ഡയറക്ഷനിൽ ഓർബിറ്റ് ചെയ്യുക, ഒബ്ജക്റ്റ് ഓർബിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രോഗ്രേഡ് ഓർബിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ retrograde orbit എന്തായിരിക്കും? This occurs when the object orbits in a opposite direction to the rotation of its central body. Central bodyയുടെ rotation opposite ആയിട്ട് വരുമ്പോൾ അത് retrograde എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് inclination of a retrograde orbit. ആ retrograde orbitന്റെ inclination എങ്ങനെ വരും എന്നുള്ളതാണ്. അപ്പോ inclination എന്ന് പറയുന്നത് it is the angle between orbital plane and the earth's equatorial plane. അപ്പൊ അത് 0 degree to 90 degree വരുമ്പോ സാറ്റലൈറ്റ് മൂവ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് എർത്ത് റൊട്ടേഷൻ എന്നുള്ളതാണ്. അതായത് പ്രോഗ്രേഡ് ഓർബിറ്റ് ആയിരിക്കും. 90 degree to 180 degree വരുമ്പോൾ സാറ്റലൈറ്റ് മൂവ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദ എർത്ത് ഓർബിറ്റ്. ഇപ്പൊ ഇവിടെ കാണിച്ചിട്ടുണ്ട്, പിക്ചറിൽ നോക്കൂ. ഇപ്പൊ ഐ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഐയുടെ വാല്യൂ 0യുടെയും അതേപോലെ 90 ഡിഗ്രിയുടെയും ഇടയിൽ വരുമ്പോ പ്രോഗ്രേഡ് ആയിട്ടും 90 ഡിഗ്രിയുടെയും 180 ഡിഗ്രിയുടെയും ഇടയിൽ വരുമ്പോൾ റെട്രോഗ്രേഡ് ആയിട്ടും ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ റെട്രോഗ്രേഡ് ഓർബിറ്റ് ആയിരിക്കും വരുന്നത്. ആൻഡ് ഐ ഈക്വൽ ടു 0 ഓർ 180 ഡിഗ്രി വരുമ്പോൾ അത് ഇക്വിറ്റോറിയലും, അതുപോലെ ഐ ഈസ് ഈക്വൽ ടു 90 വരുന്ന സമയത്ത് പോളാർ. ഓക്കെ, അതാണ് പ്രോഗ്രേഡ് ആൻഡ് റെട്രോഗ്രേഡ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. സോ ദ ഇൻക്ലിനേഷൻ ഓഫ് റെട്രോഗ്രേഡ് ഓർബിറ്റ് ലൈസ് ബിറ്റ്വീൻ എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ അതെന്തായിരിക്കും? 90 ഡിഗ്രി ആൻഡ് 180 ഡിഗ്രി. അപ്പൊ അതിൽ നിന്ന് ഇനി എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ എഴുതണം. Clear? Next, geosynchronous orbit is at a distance of dash above the surface of Earth. ഇത് നമുക്ക് എല്ലാവർക്കും അറിയണ ആൻസർ തന്നെയാണ്. ഇതിന്റെ എത്രയാണ് വരുന്നത് എന്നുള്ളത്. ഇപ്പൊ altitude above the Earth's surface for a geosynchronous orbit is approximately 35,786 kilometers ആണ്. അത് പഠിച്ചു വെക്കുക. ഓപ്ഷൻ ഡി is the right answer. Next, the project Iridium is the most important application of Project Iridium. ഒരു global satellite communication system ആണ്, designed to provide the voice and data services anywhere on Earth. And it uses constellation of 66 active satellites in LEO orbit. LEO ലാണ് വരുന്നത്, low earth ഓർബിറ്റിലാണ് വരുന്നത്, at an altitude of about 780 kilometers. അപ്പൊ ഈ സാറ്റലൈറ്റിന്റെ ഭാഗത്ത് നോക്കി നമ്മൾ കുറെ തിയറി കാര്യങ്ങൾ പഠിച്ചു വെക്കാറുണ്ട്. അത് അതേപോലെ പഠിച്ചു വെക്കുക.
So project radio is the most important application of LEO satellites. Option A is the right answer. Next, the apogee and perigee are always exactly opposite to each other. The statement is. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോജിയും പെരിജിയും നേരെ ഓപ്പോസിറ്റ് ആണല്ലേ വരുന്നത്. അപ്പോൾ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അധികം എക്സ്പ്ലനേഷൻ വേണ്ടാത്തതുകൊണ്ടാണ് ജസ്റ്റ് ആൻസർ പറഞ്ഞു പോകുന്നത്. നെക്സ്റ്റ്, ദ ബേസിക് കസെഗ്രെയിൻ ആന്റിന. കസെഗ്രെയിൻ ആന്റിന നമ്മൾ പഠിച്ചതാണ്. The basic Cassegrain antenna consists of main paraboloid and a subreflector, which is an ellipsoid, a main paraboloid reflector, a main paraboloid and a subreflector, which is hyperboloid, a main hyperboloid and a subreflector, which is a paraboloid. അപ്പോൾ നമ്മൾ ഒരു കസെഗ്രെയിൻ ആന്റിന എന്ന് പറഞ്ഞ റിഫ്ലക്ടർ ആന്റിനയാണ് റഡാറിലും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിലും ഒക്കെ യൂസ് ചെയ്യുന്നത്. അതിൽ എന്തൊക്കെയാ വരുന്നത്? ഒരു മെയിൻ റിഫ്ലക്ടറും ഒരു സബ് റിഫ്ലക്ടറും ആണ് വരുന്നത്. മെയിൻ റിഫ്ലക്ടർ എന്ന് പറയുന്നത് പാരാബോളോയിഡും സബ് റിഫ്ലക്ടർ എന്ന് പറയുന്ന ഹൈപ്പർബോളോയിഡും ആണ് വരുന്നത്. അപ്പോൾ മെയിൻ പാരാബോളോയിഡും ഒരു സബ് റിഫ്ലക്ടർ എന്ന് പറഞ്ഞ ഹൈപ്പർബോളോയിഡും ആണ് വരുന്നത്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, ഡിനോട്ടിംഗ് ദ ഫോക്കൽ ഡിസ്റ്റൻസ് ഓഫ് എ പാരാബോളിക് reflector by P and focal length F, then the space attenuation function. Space attenuation function the expression എന്താണെന്നുള്ളതാണ്. Space attenuation function, it is in short form നമ്മൾ പറയാ SAF എന്നാണ് പറയാ. It is a ratio of power density in space to that at the field. Okay, and it depends on the focal length and shape of the paraboloid. So SAF is equal to F by P whole to the power 2. F by P whole raised to 2 ആണ് വരുന്നത്. So option D is the right answer. SAF. Next, satellites known as spinners are used for. Spinners, satellite known as spinners, satellites എന്തിനാണ് യൂസ് ചെയ്യുന്നത്? Are stabilized by spinning around their axis. ഇതിനാണ് സ്പിന്നർ സാറ്റലൈറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് സ്പിൻ സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ സ്പിൻ കൺട്രോൾ ആണോ, ആറ്റിറ്റ്യൂഡ് കൺട്രോൾ ആണോ, പവർ കൺട്രോൾ ആണോ, ഓർബിറ്റ് കൺട്രോൾ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത് സ്പിൻ കൺട്രോൾ തന്നെയാണ് ആൻസർ ആയിട്ട് വരിക. ദാറ്റ് ഈസ് സ്പിന്നേഴ്സ്. ഓക്കെ. നെക്സ്റ്റ്, സ്റ്റേഷൻ കീപ്പിംഗ് ഈസ് ആപ്ലിക്കേഷൻ ഫോർ. സ്റ്റേഷൻ കീപ്പിംഗ്, orbit control of geostationary satellite, attitude control of geostationary satellite, power control of geostationary satellite, and thermal control of geostationary satellite. Station keeping. അപ്പൊ എന്താണ് സ്റ്റേഷൻ കീപ്പിംഗ് എന്ന് പറയുന്നത്? സ്റ്റേഷൻ കീപ്പിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു സാറ്റലൈറ്റിന് അതിന് അസൈൻ ചെയ്തിട്ടുള്ള ഒരു ഓർബിറ്റൽ പൊസിഷൻ ഉണ്ടാവും അല്ലെ. ഓരോ സാറ്റലൈറ്റിനും അതിൻ്റെതായിട്ടുള്ള അസൈൻ ചെയ്തിട്ടുള്ള ഒരു ഓർബിറ്റൽ പൊസിഷൻ ഉണ്ട്. ആ ഓർബിറ്റൽ പൊസിഷനിൽ അത് കറക്റ്റ് ആയിട്ടാണോ എന്നുള്ളത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റേഷൻ കീപ്പിംഗ് എന്ന് പറയുന്നത്. Okay, so station keeping, it is a process of maintaining satellite in its assigned orbital position. Okay, so ഇതിലപ്പോ നമുക്ക് ഏത് ഓപ്ഷനാ കറക്റ്റ് ആയിട്ട് വരിക? ഓർബിറ്റ് കൺട്രോൾ ഓഫ് ജിയോസ്റ്റേഷനറി സാറ്റലൈറ്റ് അല്ലെ. അസൈൻ ചെയ്ത ഓർബിറ്റൽ പൊസിഷൻ ആണ് നമ്മൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ഇറ്റ് ഈസ് ഓപ്ഷൻ എ, ഓർബിറ്റ് കൺട്രോൾ ഓഫ് ജിയോസ്റ്റേഷനറി സാറ്റലൈറ്റ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. Next one, the system which allows the antenna to handle, transmit or receive signals simultaneously is known as. അതായത് സൈമിൾട്ടേനിയസ് ആയിട്ട് ട്രാൻസ്മിറ്റിങ്ങും അതേപോലെ തന്നെ റിസീവിങ്ങും ഹാൻഡിൽ ചെയ്യുന്ന സിസ്റ്റത്തിന് എന്താണ് പേര് പറയുന്നത്? വെരി സിമ്പിൾ. ഏതാണ്? ഡൈപ്ലക്സർ, ഡ്യൂപ്ലക്സർ, കമ്പൈനർ, ഡിവൈഡർ. അപ്പോ ഈ ടേംസ് എന്താണെന്ന് കൂടി ഒന്ന് നോക്കാം. ഡൈപ്ലക്സർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ഫ്രീക്വൻസി ബാൻഡിലുള്ള സിഗ്നൽസിനെ സെപ്പറേറ്റ് ചെയ്യാനോ കമ്പൈൻ ചെയ്യാനോ യൂസ് ചെയ്യുന്നതാണ് ഡൈപ്ലക്സർ എന്ന് പറയുന്നത്. എന്താണ്? ഡിഫറെന്റ് ഫ്രീക്വൻസി ബാൻഡിലുള്ള സിഗ്നലുകളെ സെപ്പറേറ്റ് ചെയ്യാനോ കമ്പൈൻ ചെയ്യാനോ യൂസ് ചെയ്യുന്നതാണ് ഡൈപ്ലക്സർ. Then duplexer എന്ന് പറയുന്നത് എന്താണ്? It is a device that allows a single antenna to be used for both transmitting and receiving signal. Transmitting signal receiving signal simultaneous ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് ഒരു സിംഗിൾ ആന്റിന യൂസ് ചെയ്യുന്നതിനെയാണ് ഡിവൈസിനെയാണ് നമ്മൾ ഡ്യൂപ്ലെക്സർ എന്ന് പറയുന്നത്. കമ്പൈനർ എന്താണ്? കമ്പൈൻസ് മൾട്ടിപ്പിൾ സിഗ്നൽ ഇൻ ടു വൺ പാത്ത്. മൾട്ടിപ്പിൾ സിഗ്നൽസിനെ ഒരേ പാത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് കമ്പൈനർ. ആൻഡ് ഡിവൈഡർ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് സിഗ്നൽ ഇൻ ടു multiple path. അപ്പൊ ഇവിടെ എന്താ വരിക? The system which allows the antenna to handle, transmit or receive signals simultaneously is known as option B, duplexer.
Duplexer ആണ് correct answer വരുന്നത്. Next, which was the first communication satellite placed in geostationary orbit? MSAT, INSAT-1, VSAT, and Intelsat-1. Intelsat-1, also known as early bird. It was the first commercial communication satellite placed in geostationary orbit. So, correct answer option D. Okay. Next, the series of interconnected units which forms a single communication channel between transmit and receive antenna in a communication satellite. A series of interconnected units which forms a single communication channel. എന്താണ് transceivers ആണോ demultiplexers ആണോ transponders ആണോ duplexers ആണോ? It is none other than transponders അല്ലേ? Transponders, it is a series of interconnected units in a communication satellite that forms a single communication channel. അതിന്റെ function uplink signal receive ചെയ്യുക, amplify ചെയ്യുക, frequency shift ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യുക to the downward link and signal transmit ചെയ്യുക. So correct answer is option C, transponders. Next one, the passive satellite cannot generate power of its own and it reflects the incident power. The statement is true, false, partially true, irrelevant. See, നമുക്ക് active satellite ഉം passive satellite ഉണ്ട്. അപ്പോൾ passive satellite ൽ എന്താണ്? They do not have onboard power sources. അതിൽ തന്നെ power sources ഉണ്ടാവില്ല. Okay, അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? The passive satellite cannot generate power of its own and it reflects the incident power എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ statement എന്താണ്? True ആണ്. So option A is the right answer. Next one, which band of frequencies are used for the satellite services in MSAT? അതായത് മൊബൈൽ സാറ്റലൈറ്റ് സർവീസസിൽ നമ്മൾ ഏത് ബാൻഡ് ആണ് യൂസ് ചെയ്യുക? നമുക്ക് സി ബാൻഡ് ഉണ്ട്, KU ബാൻഡ് ഉണ്ട്, KA ബാൻഡ് ഉണ്ട്, L ബാൻഡ് ഉണ്ട് അല്ലെ? അപ്പൊ അതിൽ MSAT മൊബൈൽ സാറ്റലൈറ്റ് സർവീസസിൽ യൂസ് ചെയ്യുന്നത് L ബാൻഡ് ഫ്രീക്വൻസി റേഞ്ച് ആണ്, അല്ലെങ്കിൽ L ബാൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് ഓരോ ബാൻഡും ഏതിലൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കണം. ഓക്കെ, the last one, first version of GSM. First version of GSM, Global System for Mobile Communication. First version ഏതാണ്? 64 full duplex channel, 124 full duplex channel, 64 half duplex channel and 124 half duplex channel. അപ്പോൾ അതിൽ first generation GSM 124 full duplex channel ആയിരുന്നു. So option B is the correct answer. Okay. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ തേർഡ് പാർട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്ത പാർട്ടിൽ കാണാം. താങ്ക് യു.